ആദ്യത്തെ ടോപ്പിക്ക് ഫസ്റ്റ് ടോപ്പിക് ഏരിയ അണ്ടർ ദ സിമ്പിൾ കർവ്. ഇപ്പം ഞാനൊരു ഫംഗ്ഷൻ തന്നിരിക്കുകയാണ് y ഈക്വൽ ടു എഫ് ഓഫ് എക്സ്. അത് സൈൻ എക്സ് ആകാം, കോസ് എക്സ് ആകാം, എക്സ്പെൻഷ്യൽ ഫംഗ്ഷൻ ആകാം, എന്ത് വേണമെങ്കിലും ആകാം. എക്സ് ഈക്വൽ ടു എ എന്ന് പറയുന്ന പോയിന്റ് ഉണ്ട്, എക്സ് ഈക്വൽ ടു ബി എന്ന് പറയുന്ന പോയിന്റ് ഉണ്ട്. ഇത് y ഈക്വൽ ടു എഫ് ഓഫ് എക്സ്. ഓക്കെ, ഈ y ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നൊരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ഏരിയ, അതായത് ഈ ഒരു ചെറിയൊരു ഏരിയ എന്ന് പറയുന്നത് എത്രയാണ്? ജസ്റ്റ് ശ്രദ്ധിക്കുക, ഈ ഒരു ചെറിയൊരു ഏരിയ ഇതൊരു റെക്ടാംഗിളർ ആണ്. അതിന്റെ ഏരിയ എന്ന് പറയുന്നത് എത്ര കിട്ടും? y ടൈംസ് ഡി എക്സ്. എന്തുകൊണ്ടാണ്? y എന്ന് പറയുന്നത് അതിന്റെ വെർട്ടിക്കൽ ഹൈറ്റ്, ഇതാണ് അതിന്റെ y, ഡി എക്സ് അതിന്റെ വിഡ്ത്ത്. സോ വൈക്ക് പകരം നമ്മൾ എഫ് ഓഫ് എക്സ് ഡി എക്സ്, അതിന് പകരം നമ്മൾ ഡി എ എന്ന് പറയും. അതാണ് ചെറിയ ഏരിയ. അങ്ങനെയാണ് ടോട്ടൽ ഏരിയ എന്ന് പറയുന്നത് എത്ര കിട്ടും? ഇന്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്ന് പറയുന്നത് നമുക്ക് ഇത് കിട്ടും. അതായത് ഇതുപോലുള്ള എല്ലാ റെക്ടാംഗിളും, കാരണം ഓരോ ഡി എക്സ് വളരെ വളരെ സ്മോൾ ആണെങ്കിൽ ഓരോ ചെറിയ വിഡ്ത്തും ഓരോ ചെറിയ ഹൈറ്റും കറസ്പോണ്ടിങ് ആയിട്ട് പല പല ഏരിയ ആയിട്ട് നമുക്ക് ഇതിനെ എന്ത് ചെയ്യാം? ഡിവൈഡ് ചെയ്യാം. അതിന് കറസ്പോണ്ടിങ് ഫണ്ടമെന്റൽ തിയറി ഉപയോഗിച്ച് നമുക്ക് ഇതിനെ എന്ത് കണ്ടുപിടിക്കാം? ഏരിയ കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പം നമുക്ക് ഇങ്ങനെ ഒരു ഫംഗ്ഷൻ ആണ്. ഫൈൻഡിങ് ദി ഏരിയ ബൗണ്ടഡ് ബൈ ദ കർവ് y ഈക്വൽ ടു എഫ് ഓഫ് എക്സ്, എക്സ് ആക്സിസ് ഓർഡിനേറ്റ്. അതായത് എക്സ് ഓർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ എക്സ് കോർഡിനേറ്റ് ആണ്. എക്സ് ഈക്വൽ ടു ആൻഡ് എക്സ് ഈക്വൽ ടു ബി. Okay, we can think of area under the curve, large number of very thin vertical strips. Okay, an arbitrary strip of height I. അത് നമ്മൾ അതിൽ ഒരു സ്ട്രിപ്പ് ആണ് കൺസിഡർ ചെയ്യുന്നത്, വിഡ്ത്ത് ഡി എക്സ്. അതിന്റെ ചെറിയ ഏരിയ എന്ന് പറയുന്നത് എത്ര കിട്ടും? y ഡി എക്സ്. ഇവിടെ y എന്ന് പറയുന്നത് എത്രയാണ്? എഫ് ഓഫ് എക്സ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ടോട്ടൽ ഏരിയ എത്ര വരും? ദിസ് ഏരിയ ഇസ് കോൾഡ് എലമെന്ററി ഏരിയ വിച്ച് ഈസ് ലൊക്കേറ്റഡ് ഇൻ ആൻ ആർബിട്രറി പൊസിഷൻ വിതിൻ ദ റീജിയൻ. ഓക്കെ, സ്പെസിഫൈഡ് സം വാല്യൂ ബിറ്റ്വീൻ എക്സ് ഈക്വൽ ടു ആൻഡ് എക്സ് ഈക്വൽ ടു ബി. അടുത്തതായിരിക്കും വി കൻ തിങ്ക് ഓഫ് ടോട്ടൽ ഏരിയ ബിറ്റ്വീൻ എക്സ് ആക്സിസ് എക്സ് ഈക്വൽ ടു ആൻഡ് എക്സ് ഈക്വൽ ടു ബി. അപ്പം നമുക്ക് ആ ടോട്ടൽ ഏരിയ എന്ന് പറയുന്നത് എത്ര കിട്ടും? ഇന്റഗ്രൽ എ ടു ബി ഓർ എ ടു ബി വൈ ഡി എക്സ് അല്ലെ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ്. അവിടെ നമ്മൾ ഫണ്ടമെന്റൽ തിയറം അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏത് കിട്ടും? അവിടെ നമ്മൾ ഫണ്ടമെന്റൽ തിയറം അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഈ ബ്ലൂ ആയിട്ടുള്ള റീജിയൻ എന്ത് കിട്ടും? ഏരിയ കിട്ടും. ഓക്കെ, ഇനി നേരെ മറിച്ച് അത് ഏതിലാണ് നമ്മൾ പറയുന്നത്? എക്സ് ആക്സിസിന്റെ കേസിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പറയുന്നത്. അടുത്ത് ശ്രദ്ധിക്കുക, ഇതുപോലെ തന്നെ ഇതിപ്പോൾ നമ്മൾ എക്സ് ആക്സിന് താഴെ വൈ ആക്സിസിന് ലെഫ്റ്റിലോട്ടുള്ള ഏരിയ എന്താണ്? നമ്മൾ എക്സ് ആക്സിന് മുകളിലോട്ട് നോക്കുന്ന പോലെ തന്നെ എക്സ് ആക്സിന് മുകളിലോട്ട് വൈ ആക്സിസിന് മുകളിലോട്ട് നോക്കുക, അല്ലെ വൈ ആക്സിസിന് ലെഫ്റ്റിലോട്ടുള്ള ഏരിയ എങ്ങനെയായിരിക്കും? ഇവിടെ എക്സ് ഈക്വൽ ടു ജി ഓഫ് ഐ എന്നുള്ള രീതിയിലാണ് ഫംഗ്ഷൻ പറയുന്നത്. അതായത് എക്സാമ്പിൾ പറയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ y ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് വൺ എന്നാണെങ്കിൽ അതിനെ റീഅറേഞ്ച് ചെയ്ത് എന്ത് എഴുതാം? y മൈനസ് വൺ ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ. അപ്പോൾ അവിടെ എക്സ് ജി ടു അവിടെ എന്ത് പറയും? റൂട്ട് ഓഫ് y മൈനസ് വൺ. അങ്ങനെയായിരിക്കും എക്സ്പ്രഷൻ വരുന്നത്. നിങ്ങൾ എക്സിന്റെ രീതിയിൽ എന്ത് ചെയ്യുക? കൺവേർട്ട് ചെയ്യുക. അങ്ങനെയാണ് ഈ ചെറിയൊരു സ്ട്രിപ്പിന്റെ ഏരിയ എത്രയായിരിക്കും? ഈ കാണുന്ന ചെറിയ സ്ട്രിപ്പിന്റെ ഏരിയ ഡി എ എന്ന് പറയുന്നത് എത്ര കിട്ടും? എക്സ് ഡി വൈ. അവിടെ എക്സ് പറ്റത്തിലെല്ലാം വൈയിലായിരിക്കണം, ഡി വൈ ആയതുകൊണ്ട്. അതുകൊണ്ടാണ് ജി ഓഫ് വൈ ഡി വൈ. അതിന്റെ വാല്യൂ എത്ര കിട്ടും? ജി ഓഫ് വൈ ഡി വൈ. അത് നമുക്ക് എത്രയായിട്ട് കിട്ടും? ജി ഓഫ് വൈ ഡി വൈ ആയിട്ട് കിട്ടും. ഇന്റഗ്രൽ സി ടു ഡി ജി എഫ് ഐ ഡി വൈയുടെ സിയും ഡിയും വൈ ലിമിറ്റ് ആണ്. അപ്പം ജി ഓഫ് ഐ ഡി വൈ നമുക്ക് ചെറിയൊരു ഏരിയ കിട്ടും. ഇന്റഗ്രൽ സി ടു ഡി ജി ഓഫ് ഐ ഡി വൈയിൽ നമ്മൾ എല്ലാ റീജിയനെയും കിട്ടും. അപ്പോൾ ഏതാണ്? ഏരിയ ഓഫ് ദ റീജിയൻ ബൗണ്ടഡ് ബൈ ദ കർവ് എക്സ് ഈക്വൽ ടു ജി ഓഫ് ഐ, വൈ ആക്സിസ് ആൻഡ് ദ ലൈൻ വൈ ഈക്വൽ ടു സി ആൻഡ് വൈ ഈക്വൽ ടു ഡി ഈസ് ഗിവൺ ബൈ ഇന്റഗ്രൽ സി ടു ഡി ജി ഓഫ് ഐ ഡി വൈ. ഇതാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത്? ഹൊറിസോണ്ടൽ സ്ട്രിപ്പ് എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത്? ഹൊറിസോണ്ടൽ സ്ട്രിപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത് ശ്രദ്ധിക്കുക, ഇഫ് ദ പൊസിഷൻ ഓഫ് ദ കർവ് അണ്ടർ ദ കൺസിഡറേഷൻ ഈസ് ബിലോ ദ എക്സ് ആക്സിസ്, അതായത് എക്സ് ആക്സിസിന് ബിലോ ആണെങ്കിൽ എഫ് ഓഫ് എക്സ് ലെസ് ദാൻ 0 ആണ്, ഏരിയ ബൗണ്ടഡ് കർവ് എന്ന് പറയുന്നത് എന്തായിരിക്കും? നമുക്ക് നെഗറ്റീവായിട്ട് കിട്ടും. കാരണം എന്നാ വന്നാലും നമ്മൾ ഓർത്തിരിക്കേണ്ടത്, നമ്മളൊരു ഇങ്ങനെ ഒരു ഇൻ്റഗ്രേഷൻ ഉണ്ടെങ്കിൽ ഈ ഏരിയ എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും, ഈ ഏരിയ എപ്പോഴും എന്തായിരിക്കും? നെഗറ്റീവ്. നമ്മൾ ഇൻ്റഗ്രേഷൻ ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു രീതിയിലേ കിട്ടുകയുള്ളൂ. പക്ഷേ അപ്പം നമുക്ക് എന്താണ്? ഏരിയ എന്നുള്ളൊരു റീജിയനാണ്, ഇൻ്റഗ്രേഷൻ അല്ല ചോദിച്ചിരിക്കുന്നത്. ഇൻ്റഗ്രൽ ചെയ്യുകയാണെങ്കിൽ ഞാനിപ്പം എയും ബിയും സിയും എടുത്തു. ഇന്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് എനിക്ക് എപ്പോഴും എന്തായിട്ട് കിട്ടുള്ളൂ? ഒരു പോസിറ്റീവ് വാല്യൂ ആയിട്ട് കിട്ടുള്ളൂ. അതേപോലെ എക്സ് ആക്സിസ് ആയതുകൊണ്ട് ഇന്റഗ്രൽ ബി ടു സി എഫ് ഓഫ് എക്സ് ഡി എക്സ് എനിക്കൊരു നെഗറ്റീവ് വാല്യൂ ആയിട്ട് കിട്ടുള്ളൂ. എന്തുകൊണ്ടാണ്? അത് ബിലോ എക്സ് ആക്സിസ് ആയതുകൊണ്ട്.
അതുകൊണ്ട് ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ അബ്സല്യൂട്ട് വാല്യൂ എടുക്കുക ഏരിയ കണ്ടുപിടിക്കാൻ വേണ്ടി. എന്തായിരിക്കും? ഇന്റഗ്രൽ എ ടു ബി അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എഫ് ഓഫ് എക്സ് ഡി എക്സ്. അപ്പം ഇന്റഗ്രൽ എ ടു ബി അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എഫ് ഓഫ് എക്സ് ഡി എക്സ്. സോ ഏരിയ നെഗറ്റീവ്. അപ്പം നമുക്ക് ഇതിന് എന്ത് പറയും? ഇന്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് ആയിരിക്കും. ഇന്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്ന് പറഞ്ഞ് നമുക്ക് ഇവിടുത്തെ എന്ത് കിട്ടാം? ഏരിയ കണ്ടുപിടിക്കാം. അത്രേ ഉള്ളൂ. അതായത് ബിലോ എക്സ് ആക്സിസ് ആണെങ്കിൽ നമുക്ക് ഇന്റഗ്രേഷൻ എന്ത് വാല്യൂ കിട്ടുന്നത്? അതിന്റെ അബ്സല്യൂട്ട് വാല്യൂ എടുക്കുക. അതായിരിക്കും എന്തെന്ന് പറയുന്നത്? ഏരിയ. അടുത്തത് ജനറലി സം പോർഷൻ എബവ് ദ എക്സ് ആക്സിസ്, സം പോർഷൻ ബിലോ ദ എക്സ് ആക്സിസ്. എന്തായിരിക്കും? ഇവിടെ A1 ലെസ് ദാൻ 0, A2 ഗ്രേറ്റർ ദാൻ 0. ഇതായിരിക്കും A1, ഇതായിരിക്കും A2. ഏരിയ ബൗണ്ടഡ് ബൈ എന്ന് പറയുന്നത് എന്തായിരിക്കും? അബ്സല്യൂട്ട് വാല്യൂ A1 പ്ലസ് A2. നമുക്കിവിടെ ഇന്റഗ്രൽ അല്ല ചോദിച്ചിരിക്കുന്നത്. കാരണം എന്തുകൊണ്ടാണ്? എനിത്തിങ് ബിലോ എന്ന് പറയുന്നത് നമുക്ക് എന്തായിട്ട് കിട്ടും? നെഗറ്റീവായിട്ട് കിട്ടും. നമ്മൾ മുമ്പേ പറഞ്ഞ സിറ്റുവേഷൻ തന്നെ. ഇവിടെ ഞാനിപ്പം ഏതാണ് ഈ വാല്യൂ പിയും ഈ വാല്യൂ ക്യൂവും ഈ വാല്യൂ ബിയും എടുക്കുകയാണെങ്കിൽ എന്തായിരിക്കും? ഇന്റഗ്രൽ പി ടു ക്യൂ എഫ് ഓഫ് എക്സ് ഡി എക്സ് നമുക്കൊരു നെഗറ്റീവ് വാല്യൂ ആയിട്ട് കിട്ടും. ഇത് എഫ് ഓഫ് എക്സ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ. അതുകൊണ്ടാണ് ഇത് ടോട്ടൽ ഏരിയ ആണ് അവിടെ ഇന്റഗ്രേഷൻ അല്ല, ഏരിയ ആണ് ചോദിച്ചിരിക്കുന്നത്. അതിന്റെ അബ്സല്യൂട്ട് വാല്യൂ എടുക്കണം. ഇന്റഗ്രൽ ക്യൂ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് നമുക്ക് എന്തായിട്ട് കിട്ടും? പോസിറ്റീവായിട്ട് കിട്ടും. ക്യൂ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് നമുക്ക് എന്തായിട്ട് കിട്ടും? പോസിറ്റീവായിട്ട്. ക്യൂ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് നമുക്ക് എന്തായിട്ട് കിട്ടും? പോസിറ്റീവായിട്ട് കിട്ടും. പി ടു ക്യൂ നമുക്ക് എന്തായിട്ട് കിട്ടും? നെഗറ്റീവായിട്ട് കിട്ടും. ഇത് പോസിറ്റീവ് വാല്യൂ, ഇതെന്തായിരിക്കും? അപ്പോൾ ടോട്ടൽ ഏരിയ ആ രീതിയിലാണ് എന്ത് ചെയ്യുന്നത്?